Hi everyone, this is CMA Afsal Alunkal here. Before starting the video, please hit the like button. That will motivate me to do more CMA related updates. നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ CMA റിലേറ്റഡ് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനുണ്ടായ കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ അറ്റംപ്റ്റുകൾ ഏത് എക്സാം വരുന്ന സമയത്തും നമുക്ക് ക്ലാരിഫിക്കേഷൻസ് വരാറുണ്ട്. ഇനി നടക്കാൻ പോകുന്ന ഡിസംബർ 2025 എക്സാമിന് വേണ്ടിയിട്ട് ഇന്റർ ആൻഡ് ഫൈനൽ ഏത് സ്റ്റഡി മെറ്റീരിയൽ ആണ് റെലവെന്റ് എന്നറിയാനുള്ള ക്ലാരിഫിക്കേഷൻ ആണ് തന്നിട്ടുള്ളത്. അമെൻമെന്റ് ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന ക്ലാരിഫിക്കേഷൻ സെപ്റ്റംബർ 17 ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ പല എഡിഷൻ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും. എസ്പെഷ്യലി 2-3 അറ്റംപ്റ്റുകളൊക്കെ എഴുതിയ കുട്ടികളാണെങ്കിൽ അവരുടെ കയ്യിലുള്ള പഴയ ബുക്കായിരിക്കാം സ്റ്റഡി മെറ്റീരിയൽ എഡിഷൻ വ്യത്യാസം ഉണ്ടാവാം. സർ, എങ്ങനെയാണ് എഡിഷൻ അറിയാൻ പറ്റുക? നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ ഫസ്റ്റത്തെ പേജിന്റെ ബാക്ക് സൈഡിൽ ടോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? എഡിഷൻ എന്ന് പറഞ്ഞ് പ്രിന്റഡ് എഡിഷൻ, റിവൈസ്, റീപ്രിന്റ് എഡിഷൻ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പീരീഡ് എന്താണോ അതാണ് ആ സ്റ്റഡി മെറ്റീരിയൽ പ്രിന്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത ഏറ്റവും ലാസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ ഇപ്പൊ നമ്മൾ കയറിയാൽ കാണാൻ കഴിയുക ജനുവരി 2025 റീപ്രിന്റ് ചെയ്യപ്പെട്ട ബുക്കുകളാണ്. അല്ലെങ്കിൽ അതേപോലെ 2025 വേറെ പീരീഡുകൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഏറ്റവും ലേറ്റസ്റ്റ് ബുക്കുകളായിരിക്കും വെബ്സൈറ്റിൽ ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, പല എഡിഷൻ പല സമയങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് പല എഡിഷനിലുള്ള ബുക്കുകൾ കയ്യിലുണ്ടാവുമ്പോൾ ഇതിൽ ഏത് ബുക്കാണ് ഇപ്പൊ ഈ ഡിസംബർ എക്സാമിലേക്ക് വരിക, ഏത് എഡിഷനാണ് ഞാൻ പഠിക്കേണ്ടത്, ഏത് എഡിഷനിലുള്ള അമെൻമെന്റുകളാണ് ഞാൻ നോക്കേണ്ടത് എന്നൊരു ഡൗട്ട് കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരത്തിൽ ക്ലാരിഫിക്കേഷൻസ് കൊടുക്കാറുള്ളത്. ഈ ക്ലാരിഫിക്കേഷൻസ് വഴി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നത് ഡിസംബർ 2025 എക്സാമിലേക്ക് അമെൻമെന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന, റെക്കോർഡഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഇന്റർ ആൻഡ് ഫൈനൽ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഓൾറെഡി അപ്ഡേറ്റഡ് ക്ലാസ്സുകളാണ് നിലവിൽ തരുന്നത്. അതായത് ഡിസംബർ 2025 എന്തൊക്കെ അപ്ഡേറ്റുകൾ ഉണ്ടോ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കണ്ട. ഇനി ഡിസംബർ എക്സാമിലേക്ക് ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത അല്ലെങ്കിൽ പഠിച്ചിട്ടും എത്താത്ത, കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇന്റർ ആയാലും ഫൈനൽ ആയാലും എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റും ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതായത് നമ്മളൊരു ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് തരും. സ്റ്റഡി മെറ്റീരിയലിന് പുറമെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് തരും. അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ സ്റ്റക്ക് ആവുന്ന ഏരിയകൾ ഉണ്ടാവാം, ഡൗട്ട് വരുന്ന ഏരിയകൾ ഉണ്ടാവാം. അത് ക്ലിയർ ചെയ്ത് പോകാനുള്ള ഫെസിലിറ്റി കൂടി അവൈലബിൾ ആണ്. അപ്പൊ അത്തരത്തിൽ അതിന്റെ ഡ്യൂറേഷൻ കാര്യങ്ങൾ എത്ര സമയം എടുക്കും, പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതുള്ളത്. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇനിയും പഠിച്ചു തുടങ്ങിയാൽ പാസ്സാവുമോ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ സീരിയസ് ആയിട്ട് മെന്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ ഇനിയുള്ള സമയം മതി നമുക്ക് പഠിച്ച് പാസ്സാവാൻ. അതെങ്ങനെയാണ് പറ്റുക? അതിനുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഇന്റർമീഡിയറ്റിന്റെ ഗൂഗിൾ ഫോമും ഫൈനലിന് സെപ്പറേറ്റ് ആയിട്ട് ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ അതൊന്ന് ഫില്ല് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാം. അതേപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. അമെൻമെന്റുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇപ്പം ഈ ഒരു PDF അവർ കൊടുത്തിട്ടുള്ളത്, ഈ PDF ഞാൻ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം. ഗ്രൂപ്പുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ PDF അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ സിലബസിൽ വരുന്ന 2 പേപ്പറുകളാണ്. ഒന്ന് ഇന്ററിലെ പേപ്പർ 10 കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്ന പോലെ, പേപ്പർ 17 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും ഫൈനലിനുണ്ട്. ഇപ്പൊ ഇന്ററിൽ ഒരു പേപ്പർ ഉണ്ട് ഓഡിറ്റ്, ഫൈനലിന് ഒരു പേപ്പർ ഉണ്ട് കോസ്റ്റ് ഓഡിറ്റ്. ഈ പേപ്പറുകളിൽ അമെൻമെന്റുകൾ വരാൻ സാധ്യതയുണ്ട് ഓഡിറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ 31 മെയ് 2025 വരെ എന്തൊക്കെ അപ്ഡേറ്റുകൾ, അമെൻമെന്റുകളാണോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അതുവരെയുള്ള അമെൻമെന്റുകൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും എന്നാണ് ഇതിന്റെ ഉത്തരം. അതുമായി ബന്ധപ്പെട്ട് സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കേണ്ട ലിങ്കാണ് ഇത്. ഇപ്പൊ നിലവിൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലിന്റെ ലിങ്കാണ് ഇത് രണ്ടും.
പേപ്പർ 10-ന്റെയും പേപ്പർ 17-ന്റെയും. ഈ 2 സ്റ്റഡി മെറ്റീരിയലുകൾ ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് നോക്കുക. ഇതല്ലാത്തവരാണെങ്കിൽ ഈ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കുക. പ്ലസ് സപ്ലിമെന്ററി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ലിങ്കും തന്നിട്ടുണ്ട്. സപ്ലിമെന്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമെൻമെന്റ് മാത്രമായിട്ട് ഒരു ലിങ്കിൽ അവർ തന്നിട്ടുണ്ട്. ഈ ബുക്ക് പ്ലസ് ഇത് പഠിക്കുമ്പോഴേ കംപ്ലീറ്റ് ആവുള്ളൂ എന്നർത്ഥം. നിങ്ങൾ ഇതിന് ബേജാറാവണ്ട. ഓൾറെഡി ഇന്റർ ആൻഡ് ഫൈനലിന്റെ അമെൻമെന്റുകൾ, ഇന്ററിന്റെ എല്ലാ സബ്ജക്റ്റിന്റെയും അമെൻമെന്റുകൾ ഞാൻ ഒരു PDF ആക്കി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലിന്റെ എല്ലാ പേപ്പറിന്റെ അമെൻമെന്റുകളും ഒറ്റ PDF ആക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് മാത്രം നോക്കിയാൽ മതി, ഇങ്ങനെ വേറെ വേറെ നോക്കി പോകണ്ട. നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇവർ ഈ പറയുന്ന എഡിഷനിലുള്ള, അതായത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് നോക്കുക. അതല്ല അതിന് മുമ്പുള്ളതാണ് 2019 അല്ലെങ്കിൽ 2020, 2023, 2024 എഡിഷനൊക്കെ ആണെങ്കിൽ അത് മാറ്റിയിട്ട് ഇതിന്റെ PDF ഡൗൺലോഡ് ചെയ്യുക. അമെൻമെന്റുകൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു PDF ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൂടി അതിന്റെ കൂടെ വെച്ചാൽ ഡിസംബറിലേക്കുള്ള എല്ലാ കാര്യങ്ങളുമായി. എന്റെ ബാച്ച് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളോട് ഞാൻ പറയാം, നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട. നിങ്ങൾ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് ആ ഓർഡറിൽ കണ്ടുപോയി അതിന്റെ കൂടെ തരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്താൽ മതി. എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളോട് പറയാറുണ്ട്. നിങ്ങൾ അത് ഫോളോ ചെയ്ത് പോയാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണ്ട. ബാച്ച് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ്, ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. അവർക്കുള്ള ക്ലാരിഫിക്കേഷൻ കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഇതേപോലെ തന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനലിലുള്ള ഇന്ററിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫൈനലിൽ ഓഡിറ്റിലുള്ള സംഗതിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 മുതൽ 24 വരെയുള്ള CAS എന്ന് പറയുന്ന സംഗതി. അപ്പൊ അതിലും അമെൻമെന്റുകൾ വരാറുണ്ട്. അത് മെയ് 31 വരെ, മെയ് 31, 2025 വരെ എന്തൊക്കെ അമെൻമെന്റ് ആണോ നിലവിൽ ഗവൺമെന്റ് വരുത്തിയിട്ടുള്ളത് അത് നമുക്ക് ഡിസംബർ 2025 എക്സാമിലേക്ക് അപ്ലിക്കബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ട സ്റ്റഡി മെറ്റീരിയലിന്റെ എഡിഷൻ ആണ് ഇത്. വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി മെറ്റീരിയലിന്റെ ലിങ്ക് ആണ്. പ്ലസ് അതിന്റെ സപ്ലിമെന്ററി എന്തൊക്കെയാണ് ഈ സ്റ്റഡി മെറ്റീരിയലിന്റെ കൂടെ അമെൻമെന്റ് ആയിട്ട് മാത്രം വന്നത് എന്നുകൂടിയാണ് നോക്കേണ്ടത്. ഇതും ഞാൻ ആ കമ്പൈൽ ചെയ്ത PDF കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് പല സോഴ്സുകൾ തപ്പിയെടുക്കണ്ട. പഠിക്കുന്ന സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. കുറേ PDF ഞാൻ ഒറ്റ PDF ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഇതുവരെ അത് കിട്ടാത്തവരാണെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ടെലഗ്രാമിലോ വാട്സപ്പിലോ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഓരോ സബ്ജക്റ്റിന്റെയും എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇനി വരേണ്ടതില്ല. അതേപോലെ അമെൻമെന്റിന്റെ PDF ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാൻ എല്ലാ സബ്ജക്റ്റിന്റെ അമെൻമെന്റും ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. ഫൈനലിനെ സംബന്ധിച്ചിടത്തോളം ഡീറ്റെയിൽ പുതുതായിട്ട് ഒരു ടോപ്പിക് തന്നെ വന്നിട്ടുണ്ട്, ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്ന കാര്യം. അത് ആദ്യമായിട്ടാണ് ഡിസംബർ 2025 വരുന്നത്. അതും ഞാൻ ആ അമെൻമെന്റിന്റെ PDF ഞാൻ ഒറ്റ PDF ആക്കി എന്ന് പറഞ്ഞല്ലോ, അതിന് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ PDF പഠിക്കുന്നത് വഴി എക്സ്ട്രാ ഉള്ള പോർഷനും ആ ടാക്സ് ഓഡിറ്റിലുള്ള തിയറി പോർഷനും അതിന്റെ ക്വസ്റ്റ്യനൊക്കെ അടക്കം, പ്രൊവിഷൻ അടക്കമാണ്. അത് വേറൊരു സോഴ്സ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് അടക്കം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ PDF വേണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അതേപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോമുകൾ ഞാൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാലും നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ പഠിക്കുന്ന കാര്യത്തിൽ അമെൻമെന്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ, നിങ്ങളുടെ സ്കിൽ ട്രെയിനിങ്ങോ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ എഴുതുന്നുണ്ട്. ആ നമ്പറിലേക്ക് 9496353208 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിച്ചാൽ ഞാനത് ഗൈഡ് ചെയ്ത് തരാം. പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് അത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഡിസംബറിലേക്ക് കൃത്യമായിട്ട് പഠിച്ചാൽ, ഇനിയും ഞാൻ പറയുന്നു, ഇതുവരെ സീരിയസ് ആയിട്ട് പഠിക്കാത്തവർക്കും പഠിച്ച് പാസ്സാവാനുള്ള സമയമുണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് ഫോക്കസ് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കൂടുതൽ CMA സ്റ്റുഡൻസിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.